ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ വിത്ത് ക്യാരറ്റ് സ്കിൻ ലൈറ്റനിങ് ഓയിൽ. ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഒരു ഹാഫ് പപ്പായ, 2 ക്യാരറ്റ്, ഒലിവ് ഓയിൽ, പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ. ഹാഫ് പപ്പായ ഇതിന് വേണ്ടിയത്. ഇതിൻ്റെ സ്കിൻ പീലാക്കിയിട്ട് കുരുവെല്ലാം കളഞ്ഞിട്ട് കട്ടാക്കണം ഇതിനെ, പിന്നെ ബ്ലെൻഡ് ആക്കുന്നത്. പിന്നെ 2 ക്യാരറ്റ് ഇതിനതേപോലെ സ്കിന്നെല്ലാം പീലാക്കിയിട്ട് ഇതിനെ ഗ്രേറ്റ് ആക്കിയെന്ന് പിന്നെ ഇതിനെ ബ്ലെൻഡ് ആക്കിയെങ്കിലായി. ഹാഫ് പപ്പായ മതി. ഓക്കെ, പീലാക്കാം. പപ്പായത്തിന് പീലാക്കിയിട്ട് കട്ടാക്കാം. നല്ല പഴുത്ത പപ്പായ നല്ലത്. ഞാനിവിടെ കാണിക്കുമ്പോൾ 3 ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 3 എടുക്കാം. അപ്പോൾ ഹാഫ് പപ്പായ എടുക്കുന്ന കൊണ്ട് ഞാൻ 2 മീഡിയം സൈസിൻ്റെ ക്യാരറ്റ് എടുത്തത്. ഇതിങ്ങനെ ഗ്രേറ്റ് ആക്കണം. പപ്പായ ഇങ്ങനെ ഹാഫ് കട്ടാക്കിയിട്ട് പിന്നെ ഈ ക്യാരറ്റ് ഇതിങ്ങനെ ഗ്രേറ്റ് ആക്കിയത്. ഇങ്ങനെ വലിയ ചെറിയ തരി പോലെ അല്ല, വലിയ കട്ടുമല്ല, ഇങ്ങനെ ഗ്രേറ്റ് ആക്കിയിട്ട് പിന്നെ ഇത് ഞങ്ങൾ കംപ്ലീറ്റ് പേസ്റ്റായിട്ട് ആക്കാൻ കഴിയല്ല. ഇങ്ങനെ തരി പോലെ പേസ്റ്റ് ആക്കണം. ഇതിനെ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന് റീട്ടി. ഇത് നല്ല സ്കിന്നിന് നല്ല ബെനിഫിറ്റുള്ള ഓയിൽ. ഈ പപ്പായയിൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. അതേപോലെ ക്യാരറ്റിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ബ്ലെൻഡ് ആക്കിയിട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കണ്ട, ഇങ്ങനെ തരി പോലെ ഇങ്ങനെ പേസ്റ്റ് ആക്കിയാൽ മതി. പപ്പായയിൽ നല്ല സ്കിൻ ലൈറ്റിംഗ് ആണ്, എക്സ്ഫോളിയേഷൻ, പിന്നെ ആൻറ്റി ഏജിങ്ങിന് നല്ലത്, പിന്നെ സ്കിൻ മോയ്സ്ചറാണ്, ഡാർക്ക് സ്പോട്ട് ഫേഡാണ്, പിന്നെ ബ്ലെമിഷസ് റെഡ്യൂസ് ആണ്. സെൻസിറ്റീവ് സ്കിന്നിന് മാത്രം ഇത് അത്ര നല്ലതല്ല ഈ പപ്പായ. അതിനെക്കൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കുറച്ചല്ല നല്ലോണം അവോയ്ഡ് ആക്കണം. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ സാധാരണ ഏത് ക്രീം ഇടുമ്പോൾ ഡോക്ടറിൻ്റെ കേട്ടിട്ട് നിങ്ങൾ യൂസ് ആക്കിയാൽ മതി. ഇതെന്നല്ല, ഏത് ക്രീമും ഇപ്പോൾ പുറത്ത് അല്ലെങ്കിൽ വലിയ ബ്രാൻഡും എല്ലാം അതെല്ലാം ഏതുള്ളതും നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ നിങ്ങൾ യൂസ് ആക്കണ്ട. പിന്നെ ക്യാരറ്റ് ഓയിൽ സൺ ഡാമേജ് ആയതിന് നല്ലത്. പിന്നെ സ്കാർ റെഡ്യൂസ് ആണ്, അതിൽ സ്കിൻ ബ്രൈറ്റനിങ് ആണ്, സ്കിൻ ഹൈഡ്രേറ്റിംഗ് ആണ്. ഇത് പിന്നെ നിങ്ങൾക്ക് ഏത് ക്രീമിന് എങ്ങനെ വേണം നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം. ഈ ഓയിലിട്ടിട്ട് ഇതിങ്ങനെ തരി പോലെ ഇരിക്കണതാ. ഈ തരി പോലെ മാത്രം അതിൻ്റെ നന്ന ബ്ലെൻഡ് ആക്കാൻ കഴിയല. ഇതിലേക്ക് ഈ ഓലിവ് ഓയിൽ ഇടുന്നത്, വിർജിൻ ഓലിവ് ഓയിൽ. ഓക്കെ, ഞാൻ 500 ml ഇടുന്നത്. ഈ ബ്ലെൻഡ് ആക്കുമ്പോൾ 250 ml, പിന്നെ ബോയിലാക്കുന്ന മുന്നേ ഫസ്റ്റ്, പിന്നെ അതിൻ്റെ പിന്നെ 250 ml ഇടുന്നു. ഓലിവ് ഓയിലിൽ ആൻറ്റി ഓക്സിഡൻറ്റും പിന്നെ മോയ്സ്ചറൈസിങ് ആണ്, പിന്നെ വ്രിങ്കിൾ, ഫൈൻ ലൈൻസ്, സ്കിൻ ടോൺ ഇംപ്രൂവ് ആണ്. നല്ലത് ഓലിവ് ഓയിൽ നല്ലത്. ഇത് പിന്നെ കിടാക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം. എന്തെല്ലാം അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല ഇതിലിടുന്നത്. കിടാക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം. 1 year മീത്തൊക്കെയുള്ള കിടാക്കൊക്കെല്ലാം ഇത് നിങ്ങൾക്ക് യൂസ് ആക്കാം. ഈ ഓയിൽ കിടാക്കളെ ക്രീമിലേക്ക്, ബോഡി ലോഷൻ എല്ലാം ഉണ്ടല്ലോ, അതിലേക്കെല്ലാം നിങ്ങൾ ഒരു ചെറിയ സ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ യൂസ് ആക്കി. അതും അങ്ങനെ നല്ലത്. ഡയറക്റ്റും അപ്ലൈ ആക്കാം. നന്ന ബ്ലെൻഡ് ആക്കണ്ട. ഓയിൽ ഇട്ട് പിന്നെ ഇങ്ങനെ കാണിക്കുന്ന നന്നായില്ല. അതിൽ കുറച്ച് തരിയായിട്ടുള്ളത്. ഇതിങ്ങനെ ബ്ലെൻഡ് ആക്കണം. നല്ല കട്ടിയുള്ള പാത്രം എടുക്കുന്നു. അതിലേക്ക് ഓലിവ് ഓയിൽ ഇട്ട ശേഷം പിന്നെ ചൂടിരിക്കാൻ ഹീറ്റായിട്ടിരിക്കാൻ കഴിയല. ഓലിവ് ഓയിൽ ഒഴിച്ച ശേഷം പിന്നെ ഇതിനെ
പേസ്റ്റ് ഇട്ടെങ്കിലായി. പപ്പായ ക്യാരറ്റ് പേസ്റ്റ് ഇട്ടാലായി. ഓയിൽ ചൂടിരിക്കുമ്പോൾ ഇട്ടുന്നെങ്കിൽ നല്ല ഫസ്റ്റ് തന്നെ ഡീപ്പ് ഫ്രൈ ആയ പോലെ ആവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ ഇതാക്കണ്ട. കുറച്ച് ഇത് കൂളിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് മിക്സാക്കി പിന്നെ നിങ്ങൾ ഇതാക്കിയെങ്കിലായി. ചൂടിരിക്കാൻ കായാല പാത്രമൊക്കെ ഓയിൽ എന്ത് ചൂടിരിക്കാൻ കായാല. പിന്നെ നല്ലോണം മിക്സ് ആക്കണം. ഇപ്പോൾ ഓയിലും പിന്നെ ഈ പപ്പായ ക്യാരറ്റ് പേസ്റ്റ് ഒന്നാവും. ഇനി നിങ്ങൾക്ക് ഹീറ്റ് ഇടാം. നോക്കുക ഇങ്ങനെ മിക്സ് ആവണം. ഓക്കെ, ഇത്ര മിക്സ് ആയെന്ന് പിന്നെ ഫ്ലെയിം ഓൺ ആക്കിയെങ്കിലായി. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെറിയ ഫ്ലെയിമിൽ നിങ്ങൾ ഇതാക്കി പിന്നെ ലാസ്റ്റ് ഈ ടൈമിലെല്ലാം ചെറിയ ഫ്ലെയിമിൽ ഓൺ ആക്കിയെങ്കിലായി. ഇല്ലാന്ന് അതിനകത്ത് പൊട്ടിത്തെറിക്കുന്നു. ഈ കുറച്ചൊരു 10-15 മിനിറ്റ് ആകുമ്പോൾ അത് ബേറാണ്. ഓയിലും പിന്നെ ഈ ക്യാരറ്റ് പപ്പായ പേസ്റ്റ് ബേറാണ്. ആ നേരത്ത് കുറച്ച് ഹൈ ഫ്ലെയിം ആക്കി പിന്നെ ഇങ്ങനെ ലോ ഫ്ലെയിം ആക്കി അതിൻ്റെ അടുത്തേ ഇരിക്കണം. ഒരു എന്തില്ലാന്നെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഇതിൻ്റെ അടുത്തിരിക്കണം. എന്താ ഇത് കറക്റ്റായിന്, ഇത് കറക്റ്റ് ഭാഗമായിന്. ഇപ്പോൾ ഇനി സ്ട്രെയിൻ ആക്കുന്നു. ഒരു 40 മിനിറ്റ്സ് എനിക്കിത് ടൈം എടുത്തില്ല. ഇത്ര ഇങ്ങനെ ആകുമ്പോൾ നോക്കുക എണ്ണയും പപ്പായെല്ലാം ബേറായിട്ടുണ്ട്. ഞങ്ങൾക്കിത് 500 ml ഒലിവ് ഓയിലും പിന്നെ പപ്പായ ഇതെല്ലാം പേസ്റ്റ് എല്ലാം ഇട്ട് ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയത് ഒരു 300 ml കിട്ടിനിയിൽ ഓയിൽ. അതിൻ്റെ എക്സ്ട്രാക്ട് ഇത് ഇത്ര മാത്രം ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കാനുണ്ട്. ഇതൊരു 2 ml ഇട്ടെങ്കിൽ മതി. 300 mlക്ക് ഓയിൽക്ക് ഒരു 2 ml വിറ്റാമിൻ ഇ ഓയിൽ. ഇത് 6 month നിങ്ങൾക്ക് ഇതാക്കുക ചില്ലെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ ഇട്ട് കൊണ്ടു എടുത്തിട്ട് വെക്കാനാണ്. ഫ്രിഡ്ജിലെന്ത് വെക്കാതെ കണ്ട പുറത്ത് നല്ല ടൈറ്റ് ജാറിൽ വെക്കണം. ഇത് നല്ല പോലെ മിക്സ് ആക്കിയാവാം. ചൂടിരിക്കുമ്പോൾ നിങ്ങൾ ഇതാക്കണ്ട, തണുത്ത പിന്നെയാണ് ഇത് യൂസ് ആക്കേണ്ടത്. ചില വിറ്റാമിൻ ഇ ഓയിൽ തണുത്ത പിന്നെ അതിന് ഇടേണ്ടത്. ചൂടിരിക്കുമ്പോൾ നിങ്ങൾ ഇടാൻ കഴിയാല. പിന്നെ നിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുന്നു, ലൈക്ക് ഷെയർ ആക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഓയിൽ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഓയിൽ ഉണ്ടാക്കിയിട്ട് യൂസ് ആക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ